ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്നെപ്പോലുള്ള കുറച്ച് ചുരുക്കം ചില പേർക്ക് ഈ സംഭവം എന്താണെന്ന് അറിയില്ല. നമ്മുടെ റേഷനരിയിൽ ഇപ്പോൾ വരുന്ന റേഷനരിയിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയ അരിയിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സെഞ്ചിയിൽ അരി ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് അരി ഈ പ്ലേറ്റിൽ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ കണ്ടോ ഗൈസ്, ഈ വെള്ള അരി പോലെ ഇരിക്കുന്ന സംഭവം നമ്മൾ പച്ചരിയാണ് വിചാരിക്കും. റേഷൻ കടയത്തെ ചാക്കിൽ നമ്മൾ പച്ചരി മിക്സ് ആയതാണെന്ന് വിചാരിക്കുക. പക്ഷെ സംഭവം ഇത് പച്ചരി അല്ല, അരി പോലെ തന്നെ ഇരിക്കണ വേറൊരു സംഭവമാണ് ഇത് കേട്ടോ. കണ്ട അരിയാണ് തോന്നും, പക്ഷെ ഇത് അരിയല്ല, അരിയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ന്യൂസിലൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വൈറ്റമിൻസ് ആണെന്നാണ് പറയണത്. വിറ്റാമിൻ ഇയും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത്രേ ഈ സംഭവത്തിൽ. ഇത് നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ഇത് ഈ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ആണ് കേട്ടോ. ഞാൻ പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് നോക്കി. ഈ അരി മാത്രം ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് തിളപ്പിച്ച് നോക്കി. ഇത് അരിയല്ല കേട്ടോ, ഇത് സംഭവം അരിയല്ല, അരി പോലെ തോന്നിക്കുന്ന വേറെ എന്തോ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് നമുക്കിത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും ഇത് അരിയാണോ ഇത് എന്താണ് പറഞ്ഞിട്ട് നമ്മളിത് എടുത്ത് പെറുക്കി കളയും. അപ്പോൾ ഇത് പെറുക്കി കളയേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നത്. അല്ലാതെ നമ്മൾ ചില വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഇനി ന്യൂസും കാര്യങ്ങളൊന്നും കാണാത്തവർ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണാവോ വിചാരിച്ചിട്ട് ഒക്കെ പെറുക്കി കളയാനും എന്താണാവോ ഇത് കേടുവന്ന അരിയാണെന്നൊക്കെ വിചാരിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. ഒരുവിധം ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴുകിയപ്പോൾ ഉള്ള കോലമാണ് കേട്ടോ ഇത്. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്കിത് ഇനി വേവിച്ച് നോക്കിയിട്ട് നോക്കാം ഇതെന്താ സംഭവിക്കുകയെന്നറിയാം കേട്ടോ. ഞാനിത് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ്, അപ്പോഴൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് വൈകുന്നേരം വയ്ക്കുമ്പോൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. അപ്പോഴേക്കും ഇപ്പോൾ കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ, 4 അരി ഇട്ടിട്ടുള്ളൂ ചോറിന്. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ടപ്പോൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ ഈ അരി പോലത്തെ ആ വെള്ള ഇതൊക്കെ ഇതാ കണ്ടോ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മൊത്തം അങ്ങനെ പൊങ്ങി വരുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുക്കർ അടയ്ക്കാം കേട്ടോ. കണ്ടില്ലേ കുറേയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത് പൊങ്ങുന്നതാണ് തോന്നുന്നത് കേട്ടോ. അത് ചൂട് തട്ടുമ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിലിങ്ങനെ അലിഞ്ഞിട്ട് ഇത് ചേരുകയാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമുക്ക് വൈറ്റമിൻസൊക്കെ കിട്ടുകയാണെന്നാണ്. എന്തോ ഇതൊക്കെ സത്യം തന്നെയാണോ എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിന്ന് ചോറൊക്കെ കഴിച്ചു. ഈ അരി വെച്ചിട്ടാണ് ചോറ് കഴിച്ചത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ചോറിൽ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുക. അത് ചൂടാന്ന് ആറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിൽ ആ വെള്ള അരിയുടെ ഒരംശം പോലും ഇല്ല. നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ ഇത് അലിഞ്ഞിരിക്കുകയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ് എന്നാണ് പറയണത്. കുറേ മിനറൽസും അതേപോലെ തന്നെ നമ്മുടെ ഫോളിക് ആസിഡ്, പിന്നെ അയണ്, വിറ്റാമിൻ B12 ഒക്കെ ഉണ്ട് എന്നാണ് കേട്ടോ ഈ അരിമണിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും ഈ അരി പെറുക്കി കളയാനൊന്നും നിൽക്കണ്ട, നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ചോറ് ഇതാണ് ഗൈസ്, അടിപൊളി ചോറാണ്. അപ്പോൾ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ.
നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ അരിയിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ഈ അരി എന്നാണ് പറയണത്. വളർച്ച മാറാനും അതേപോലെ നമുക്ക് മുട്ടുവേദന, കാലുവേദന അതൊക്കെ മാറാനൊക്കെ, മേലും കൈ വേദനയൊക്കെ മാറാനൊക്കെ ഉള്ള മിനറൽസും സംഭവങ്ങളും ഇതിലുണ്ടെന്ന്, വൈറ്റമിൻസൊക്കെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ അരി വാങ്ങിക്കുക, കഴിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അരിയിനെക്കാട്ടിലും എന്തുകൊണ്ടും ഗുണമുള്ള അരിയാണ് റേഷൻ കടയിൽ ഇപ്പോൾ കൊടുക്കുന്ന അരികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.